ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ആകാശമാർഗത്തിൽ തിങ്ങി നിൽക്കുന്ന സുരവരന്മാരെ അവലോകനം ചെയ്ത രഘുരാമൻ, അല്ലയോ സുരേന്ദ്രന്മാരെ, ഭഗവാൻ വാൽമീകിയുടെ വാക്കുകളെ കൊണ്ട് എനിക്ക് തികച്ചും വിശ്വാസം വന്നു കഴിഞ്ഞു. എന്നാലും ജനമധ്യത്തിൽ വെച്ച് സീത പരിശുദ്ധിയായി തീരട്ടെ. നമുക്കേവർക്കും അനശ്വര ആനന്ദമേകട്ടെ. വായുദേവൻ ദിവ്യഗന്ധം വഹിച്ച് മന്ദമന്ദം വീശി മനോരമനും ശുഭനും അദൃശ്യനുമായ മാരുതൻ സ്പർശിക്കുന്നതോടെ തങ്ങൾ പുണ്യം കൊണ്ട് സംശുദ്ധരായെന്ന് ലോകർക്ക് തോന്നി. ഏതൊരുവൻ്റെ ഹൃദയത്തിലും ആഹ്ലാദം അലയടിച്ചു. പണ്ട് കൃതയുഗത്തിൽ എന്നതുപോലെ അചിന്ത്യമായൊരു അത്ഭുത പ്രകൃതിയാണ് എല്ലാ രാജ്യങ്ങളിൽ നിന്നും എത്തിയ മാനവന്മാർക്ക് തോന്നിയത്. അവരുടെ മനസ്സ് വ്യക്തമായി മന്ത്രിച്ചു. കൃതയുഗത്തിലാണ് നാം വസിക്കുന്നത്. കാവി വസ്ത്രം ഉടുത്ത് രാജരാജേശ്വരിയെ പോലെ സഭാമധ്യത്തിൽ നിൽക്കുന്ന സീതാദേവി ചുറ്റും കണ്ണുപായിച്ചു. എല്ലാവരെയും കണ്ടു. ആ കാരുണ്യ കടാക്ഷം ഏവരിലും പതിഞ്ഞു. ആനന്ദ പുളകം ഉണ്ടാക്കി കൈകൂപ്പി ഭൂമിയിലേക്ക് ദൃഷ്ടി ഉറപ്പിച്ച് സുവ്യക്തമായി ദേവി അരുളി ചെയ്തു: ശ്രീരാമദേവനെ ഒഴിഞ്ഞ് മറ്റൊരു ആത്മാവിനെയും ഞാൻ സ്മരിച്ചിട്ടില്ലെങ്കിൽ മാധവീ ദേവി ഒരു മാർഗം എനിക്ക് തരണേ. മനസാ വാചാ കർമ്മണ ഞാൻ ശ്രീരാമസ്വാമിയെ മാത്രം അർപ്പിച്ചവളാണെങ്കിൽ മാധവീ ദേവി ഒരു മാർഗം എനിക്കേകണേ. ശ്രീരാമസ്വാമിയെ ഒഴികെ മറ്റൊരാളെ ത്രികരണങ്ങളിലും അണച്ചിട്ടില്ലെന്ന എൻ്റെ വാക്ക് സത്യമാണെങ്കിൽ ഹേ മാധവീ ദേവി ഒരു മാർഗം എനിക്കരുളണേ. പരാശക്തിയുടെ തേജസ്സാർന്ന സീതാദേവി ഇത്തരത്തിൽ ശബ്ദം ചെയ്തപ്പോൾ അദൃഷ്ടപൂർവമായൊരു അത്ഭുത ദൃശ്യമാണ് അവിടെ കണ്ടത്. ദിവ്യരത്നപ്രഭ കൊണ്ട് കണ്ണഞ്ചിക്കുന്ന ഉത്തമവും അഭൗമവുമായ സിംഹാസനമൊന്ന് അപ്രമേയ വിക്രമികളായ പന്നക പ്രമുഖന്മാർ വിടർന്ന പത്തികളിൽ എടുത്ത് പാർത്തട്ടിൽ നിന്ന് ഉയർന്നു. മാധവ സഹധർമ്മിണിയായ ഭൂമിദേവി സ്വരൂപം എന്ന് ശ്രീരാമപത്നിയെ സസ്നേഹം മാറോടണച്ചു. ദിവ്യാകാരവും മനോഹരവുമായ സിംഹാസനത്തിൽ സ്വാഗതം അരുളി പതുക്കെ ഇരുത്തി. അമേയമായ സിംഹാസനത്തിൽ ഇരുന്ന പാതാളത്തിലേക്ക് പോകുന്ന സീതാദേവിയുടെ ശിരസിൽ ഇടതടവില്ലാതെ കൽപ്പക പുഷ്പങ്ങൾ തൂകിക്കൊണ്ട് അമരന്മാർ സാധുവാദം മുഴക്കി. ജനക മഹാരാജ ഋഷി സുധയായ ദേവിയുടെ സ്വഭാവം വംശദ്വയത്തിന് യോജിച്ചതു തന്നെ. നല്ലത്, ഏറ്റവും നല്ലത്. വാനിടത്തിൽ വാഴുന്ന ദേവന്മാർ ഹർഷോന്മത്തരായിട്ടാണ് ഇത്തരത്തിൽ ആർത്തത്. യജ്ഞശാലയുള്ള സർവ്വതാപസന്മാർക്കും കാണികളായ അരജന്മാർക്കും തീരാത്ത വിസ്മയമാണ് ഉണ്ടായത്. ആകാശത്തിലും ഭൂമിയിലുമുള്ള സർവ്വചരാചരങ്ങളും പാതാളത്തിൽ അധിവസിക്കുന്ന ദാനവ പ്രമുഖന്മാർ, അഹീന്ദ്രന്മാർ തുടങ്ങിയവരും അത്ഭുത സ്തബ്ധരായി. ആഹ്ലാദ തള്ളലോടെ ചിലർ ആർത്തു, ചിലർ ചിന്തയിലാണ്ടു, മറ്റു ചിലർ ചലനരഹിതരായി ശ്രീരാമസ്വാമിയെ തന്നെ നോക്കി. വേറെ ചിലർ കൺമറയുന്ന സീതാദേവിയെയും. ദേവി ഭൂഗർഭത്തിലേക്ക് പോയപ്പോൾ ഉണ്ടായ ചിത്തഭ്രമം അവാജ്യമായിരുന്നു. ലോകമാകെ അല്പസമയം മയങ്ങുക തന്നെ ചെയ്തു. ശ്രീരാമസന്നിധിയിൽ നിൽക്കുന്ന വാനരശ്രേഷ്ഠന്മാരും ഋഷീന്ദ്രന്മാരും നന്ന് നന്ന് എന്ന് ആർത്തു. ചെങ്കോൽ വടി നിലത്തൂന്നി തല അല്പമൊന്ന് ചായ്ച്ച് അശ്രു നിറഞ്ഞ നേത്രങ്ങളോടെ അഴലിലാണ്ട രഘുവീരൻ അല്പനേരം കണ്ണീരൊഴുക്കി. ക്രോധവും ശോകവും നിറഞ്ഞ് ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ദുഃഖഭാരമാണ് എൻ്റെ ഹൃദയത്തെ മതിക്കുന്നത്. ശ്രീ തന്നെ ശരീരമെടുത്ത ജാനകി കൺമുന്നിൽ വെച്ച് മറഞ്ഞു. പണ്ട് ആഴിയുടെ അങ്ങേക്കരയിൽ ലങ്കയിലെത്തി അദൃശ്യയായി തീർന്ന സീതയെ ഞാൻ ഇങ്ങോട്ടെത്തിച്ചു. പിന്നെയാണോ ഈ ഭൂമിയിൽ നിന്ന്? അല്ലയോ ഭദ്രേ, ഭൂമിദേവി എൻ്റെ സീതയെ തിരിച്ചു തന്നേക്കൂ, ഇല്ലെങ്കിൽ എൻ്റെ ക്രോധം കാണേണ്ടി വരും. ദേവി, എന്നെ അറിയില്ലേ? എൻ്റെ ശുശ്രൂ തന്നെയാണ് ദേവി. ജനക മഹാരാജ ഋഷി കലപ്പ കൊണ്ട് നിലം ഉഴുതപ്പോൾ സീതയെ നൽകിയത് മറ്റാരുമല്ലെന്ന് എനിക്കറിയാം. ആ വൈദേഹിയെ എൻ്റെ പത്നിയെ തിരികെ തന്നേക്കൂ, അല്ലെങ്കിൽ എനിക്കും പഴുതു തരൂ. പാതാളത്തിലോ സ്വർഗത്തിലോ അവളോടൊന്നിച്ച് ഞാൻ വസിച്ചു കൊള്ളാം. സീതയെ ഉടനെ മടക്കി തന്നേക്കൂ. അവൾ കാരണം ഞാൻ ഉന്മത്തനെ പോലെയായിരിക്കുന്നു. ഭൂഗർഭത്തിൽ മറന്ന മൈഥിലിയെ അതേ രൂപത്തിൽ എത്തിച്ചു തരാനാൽ കാടുകളും മേടുകളുമൊത്ത പാർത്തട്ടിനെ ഞാൻ മുടിക്കും. കരയെല്ലാം വെള്ളമായി തീരും. കോപവ്യസനങ്ങൾ ഏന്തിയ കാകുത്സ്ഥൻ ഇങ്ങനെ അരുളി ചെയ്തപ്പോൾ അഖിലേശ്വരൻ ബ്രഹ്മാവ് ദേവന്മാരാൽ ആവൃതനായി പെട്ടെന്നവിടെ പ്രത്യക്ഷമായി. മന്ദഹാസത്തോടെ, ഹേ രാമ, രഘുരാമ, സുവ്രതനായ അങ്ങ് അല്ലലിൽ പെടുകയോ? ഹേ അരിന്ധമ, മുൻനിലയിലും കാര്യങ്ങളുടെ തീർപ്പും ഓർമ്മിക്കൂ. മേന്മയേറിയ അങ്ങയെ ഞാനൊന്നും ഓർമ്മിപ്പിക്കേണ്ടതായിട്ടില്ല. പ്രഭോ, ഇപ്പോഴെങ്കിലും വൈഷ്ണവ ജന്മത്തെപ്പറ്റി ഓർക്കണേ. സതീരത്നമായ സീത നിർദോഷയാണ്.
അവിടുത്തെ സുസ്ഥിരാവസ്ഥയും കാത്ത് നാഗലോകത്തിൽ സസുഖം വസിക്കുന്നു. സ്വയമായി ആർജിച്ച തപോബലം അത്രമാത്രം ദേവിക്കുണ്ട്. വിണ്ണിൽ വെച്ച് വീണ്ടും സീതയോടുകൂടി യോജിക്കുവാൻ അങ്ങേക്ക് സാധിക്കുമല്ലോ. മഹാത്മാക്കൾ നിറഞ്ഞ ഈ സദസ്സിന്റെ മധ്യത്തിൽ നിന്ന് ഞാൻ പറയുന്നത് അങ്ങ് ധരിക്കണേ. സർവ്വകാവ്യങ്ങളിലും വെച്ച് മികവുറ്റതാണ് ഈ കാവ്യം. ഇത് ശ്രദ്ധിച്ചു കേട്ടാൽ ഏതൊരുവനും എല്ലാം വിശദമായി അറിയുവാൻ സാധിക്കും. സംശയമില്ല. ഹേ രഘുവീര രാമ, അങ്ങയുടെ ജനനം മുതൽ അനുഭവിച്ച സുഖദുഃഖങ്ങളെല്ലാം ഇതിൽ വിവരിച്ചിട്ടുണ്ട്. ഭാവിതാത്മാവായ വാൽമീകി മാമുനി ഉത്തരകാണ്ഡത്തിൽ ഭാവിയെയും പ്രവചിച്ചിരിക്കുന്നു. ഈ ആദികാവ്യത്തിൽ മുഴുവൻ അങ്ങയുടെ മാഹാത്മ്യം വിവരിക്കുകയാണ്. അല്ലെങ്കിൽ ശ്രീരാമനല്ലാതെ കാവ്യയശസ്സിന് അർഹനായിട്ട് ആരുണ്ട്? ദേവന്മാരോടുകൂടി ഞാൻ ഇതെല്ലാം മുമ്പ് തന്നെ കേട്ടിരിക്കുന്നു. ഈ കാവ്യം അത്ഭുതമയവും ദിവ്യവും സത്യവാക്കുകൾ മാത്രം നിറഞ്ഞ് പരിശുദ്ധവുമാണ്. ഹേ പുരുഷവ്യാക്ര, ധർമ്മത്തിൽ സുസ്ഥിരനായ അങ്ങ് രാമായണത്തിലെ ഭാവി ഭാഗവും കേൾക്കൂ. അത് ഈ കാവ്യത്തിലെ ഉത്തരകാണ്ഡമാണ്. യശസ്വിയായ തേജസ്വരൂപി മാമുനീന്ദ്രന്മാരോട് കൂടി തന്നെ ആ ഉത്തരകഥയും കേൾക്കൂ. എന്നാൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള കഥാഭാഗം ഹേ കാകുൽസ്ഥ മറ്റൊരാൾക്ക് കേൾക്കുവാൻ പാടില്ല. യോഗേശ്വരനും കൂടിയായ അങ്ങേക്ക് മാത്രമേ അതിന് അധികാരമുള്ളൂ. 3 ലോകങ്ങൾക്കും അതീശ്വരനായ ബ്രഹ്മാവ് ഇത്രയും വ്യക്തമാക്കിയ ശേഷം ദേവബന്ധുക്കളോടുകൂടി വിണ്ണിലേക്ക് എഴുന്നള്ളി. ബ്രഹ്മലോകവാസികളായ മഹാപുണ്യവാന്മാർ വിധാതാവിൻ്റെ അനുവാദത്തോടു കൂടി തന്നെ ഉജ്ജ്വല തേജസാർന്ന് തിരികെ പോന്നു. ഉത്തരകാണ്ഡത്തിൽ നിന്ന് ശ്രീരാമചന്ദ്രന്റെ ഭാവി കൂടി കേൾക്കുവാനുള്ള ജിജ്ഞാസയാണ് സിദ്ധന്മാർക്കുണ്ടായിരുന്നത്. ബ്രഹ്മദേവന്റെ പുണ്യമൊഴികൾ കേട്ട രഘുനന്ദനൻ അചിന്ത്യ തേജസ്സുള്ള ഭഗവാൻ വാൽമീകിയോട്, ഭഗവാനെ, ബ്രഹ്മലോക നിവാസികളായ മഹർഷിമാർ എൻ്റെ ബാക്കി കഥയും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. നാളെ മുതൽക്കു തന്നെ ആ ഉത്തരഭാഗം തുടങ്ങാം. കാര്യങ്ങളെല്ലാം ഇങ്ങനെ തീർപ്പ് ചെയ്ത ശ്രീരാമദേവൻ ജനാവലിയെ മുഴുവൻ പിരിച്ചയച്ചു. കുശലവന്മാർ ആദികവിയുടെ പർണശാലയിൽ പൂകി. ആ രാത്രി മുഴുവൻ സീതാദേവിയെക്കുറിച്ചുള്ള ദുഃഖചിന്ത കൊണ്ട് തന്നെ അവസാനിച്ചു. ശേഷം ചെല്ലുന്ന നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.